കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ഗോഡൌണിലാണ് തീപിടിച്ചത്. 5ാം നിലയിലാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് മറ്റ് നിലകളിലേക്കും പടരുകയായിരുന്നു. സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇപ്പോൾ എങ്ങനെയാണ് തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചോ? എന്താണ് നിലവിലെ സ്ഥിതി? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ഈ 6 നിലകളുള്ള കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ആർക്കും ആളപായവുമില്ല. ഏതാണ്ട് 11 മണിയോടെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചെരുപ്പ് ഗോഡൌണിൽ തീ പടർന്നത്. 6 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു ആദ്യം തീ ഉണ്ടായത്. പിന്നീട് മറ്റു നിലകളിലേക്കും പടരുകയായിരുന്നു. റബ്ബർ, പ്ലാസ്റ്റിക്, ഫോം തുടങ്ങി ചെരുപ്പ് നിർമ്മാണത്തിനും മാറ്റ് നിർമ്മാണത്തിനുമൊക്കെ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഇവയിലേക്ക് കൂടി തീ പടർന്നതോടെ കെട്ടിടം പൂർണ്ണമായും തീ വിഴുങ്ങുന്ന അവസ്ഥയായി. 20ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ 3 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ പോലും കഴിഞ്ഞത്. ഈ റബ്ബറിനും ഫോമിനും മറ്റും തീ പിടിച്ചതോടെ തീവ്ര ഗന്ധമുള്ള കറുത്ത പുക എങ്ങും പടർന്നു. സമീപത്തെ ഫ്ളാറ്റുകളിൽ നിന്ന് ആളുകളെ, വിശേഷിച്ചും പ്രായമായവരെയും കുട്ടികളെയും ഒക്കെ ഒഴിപ്പിച്ച് മാറ്റേണ്ടി വന്നു. ഓഫീസുകളിൽ നിന്ന് ആളുകളെ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആളുകളെ ഒഴിപ്പിച്ചു. മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ട്രാഫിക് പൂർണ്ണമായും തിരിച്ചുവിട്ടു. മെട്രോ നിർമ്മാണവും മണിക്കൂറുകളോളം നിർത്തിവെച്ചു. അങ്ങനെ വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു കൊച്ചിയിൽ മണിക്കൂറുകളോളം ഉണ്ടായത്. മാത്രമല്ല, ദുരന്ത നിവാരണ അതോറിറ്റി നഗരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. അതായത് ഈ പുക ശ്വസിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിനാൽ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ മുന്നറിയിപ്പ്. ഏതായാലും ഒരു കാര്യമുണ്ട്, നഗരത്തെ മണിക്കൂറുകളോളം ഭീതിയിലാഴ്ത്തിയ തീപിടുത്തത്തിൽ ആർക്കും ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കെട്ടിടത്തിനുള്ളിൽ ഈ തീ പിടിക്കുന്ന സമയത്ത് 28 ജീവനക്കാരുണ്ടായിരുന്നു. തീ പടർന്നു പിടിച്ചതോടെ ഇവർ പുറത്തേക്ക് കൂടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആളപായമോ ആർക്കും പൊള്ളലേറ്റതായോ റിപ്പോർട്ടില്ല. ഈ സമീപ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ഈ തീ പിടിച്ച ഈ കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതാണ്ട് 3 മണിക്കൂറോളം അതിന് വേണ്ടി വന്നു. ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഒപ്പം നാവികസേനയുടെയും മറ്റും സഹായവും ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്ന പ്രാഥമിക നിഗമനം. അതിനുവേണ്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം വരും മണിക്കൂറുകളിൽ പരിശോധന നടത്തും. വിദഗ്ധർ അവിടെ എത്തിയിരുന്നു. പക്ഷേ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയാവുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് പരിശോധന നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. അതിൽ സമാന്തരമായി പോലീസും ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. സാലി, കെട്ടിടത്തിലെ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിലും കെട്ടിടം വീഴാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്താണ് എന്തൊക്കെ മുൻകരുതലാണ് അവിടെ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത്? ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാണ്. ഏതാണ്ട് 3 മണിക്കൂറുകളോളം ഇങ്ങനെ തീ പടർന്ന് തീ ഗോളമായി ഈ കെട്ടിടം നിന്നു. അതുകൊണ്ട് തന്നെ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ അതോ ഇപ്പോൾ തന്നെ തകർന്നു വീഴുന്ന സാഹചര്യമാണോ എന്നുള്ളതൊക്കെ സാങ്കേതിക പരിശോധനയിൽ മാത്രമേ വ്യക്തമാവൂ. ഏതായാലും പോലീസ് ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ സമീപത്ത് വടം കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്, കയറ് കെട്ടി നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും കെട്ടിടത്തിനുള്ളിലേക്കോ കെട്ടിടത്തിന്റെ സമീപത്തേക്കോ ആരെയും പോലീസ് കടത്തിവിടുന്നില്ല. വാഹന ഗതാഗതവും പൂർണ്ണമായി ഈ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച ആശങ്കകളുണ്ട്. അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പൂർണ്ണമായി പറയാൻ കഴിയൂ. ശരി, കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. പാരഗൺ ഗോഡൌണിലാണ് തീപിടിച്ചത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് അധികൃതർ നൽകിയിട്ടുള്ളത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് നൽകിയത്. പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ സ്വർണ്ണ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികം ആർക്കും അറിയില്ല. നികുതിയിനത്തിൽ ഖജനാവിലെത്തേണ്ട കോടികളാണ് സ്വർണ്ണ കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നു. നാടിന്റെ വികസനത്തിനുതകേണ്ട കോടിക്കണക്കിന് രൂപയാണ് സ്വർണ്ണ കച്ചവടക്കാർ നഷ്ടപ്പെടുത്തുന്നത്. പീപ്പിൾ ന്യൂസ് എക്സ്ക്ലൂസീവ്. പ്രതിദിനം കോടികളുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ ഈ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാർക്കും അറിയില്ല. നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് പല രീതിയിൽ സ്വർണ്ണക്കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ഫലമോ നാടിൻ്റെ വികസനത്തിനുതകേണ്ട പണം നഷ്ടമാകുന്നു എന്നതും.
കായംകുളത്തെ പ്രമുഖ ജ്വല്ലറികളിൽ ഒന്നാണ് അറേബ്യൻ. പ്രതിദിനം ലക്ഷങ്ങളുടെ കച്ചവടം പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെട്ടിച്ച് ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. കല്യാണ പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ അറേബ്യൻ ജ്വല്ലറിയിൽ എത്തിയത്. ഒരു വളയും 2 നെക്ലേസും ഉൾപ്പെടെ 46 ഗ്രാം സ്വർണം വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,68,328 രൂപ ബില്ലടിച്ചു. പിന്നീട് ഡിസ്കൗണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ തുക വീണ്ടും കുറഞ്ഞ് 1,55,300 രൂപയായി. ഇതിനു പുറമെ 3% GST കൂടി നൽകണമെന്ന് കടക്കാർ ആവശ്യപ്പെട്ടു. അത് ഏകദേശം 5,000 രൂപയോളം വരും. എങ്കിൽ സ്വർണം വേണ്ടെന്നായി ഞങ്ങൾ. GST ഒഴിവാക്കി നൽകുന്ന കടകൾ ധാരാളമുണ്ടെന്ന ഞങ്ങളുടെ വാക്കുകൾക്ക് കീഴടങ്ങി ഖജനാവിലേക്ക് എത്തേണ്ട GST ഒഴിവാക്കി നൽകി അറേബ്യൻ ജ്വല്ലറി. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, യഥാർത്ഥ ബില്ലിന് പകരം എസ്റ്റിമേറ്റ് ബില്ല് നൽകാനാവൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചതോടെ 1,55,300 രൂപയ്ക്ക് 46 ഗ്രാം സ്വർണം. ഈ ബില്ലിനകത്ത് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനവും ഇവിടെ വെച്ചിരിക്കുന്ന സാധനം മാർക്ക് ചെയ്തത് ബില്ലുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിലിരിക്കുന്ന സാധനം പേയ്മെൻറ്റ് ബാലൻസ് അടച്ചു കഴിയുമ്പോൾ ഐറ്റം വരും. ഷോപ്പിൻ്റെ ഇതിൻ്റെ പേരിലാണ് ഷോപ്പിൻ്റെ പേര് വേണമെങ്കിൽ സാധനം 3% GST ബില്ല് ഷോപ്പിൻ്റെ പേരാണ്. അങ്ങനെയാണോ ബില്ല് വേണ്ടത്? അങ്ങനെയും ബില്ല് വരുന്നത് എസ്റ്റിമേറ്റഡ് ആയിട്ട് അല്ലാതെ ഇതിപ്പോൾ എന്തൊക്കെയാണെന്നറിയില്ല. കാരണം GST അടച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും വരാനില്ലെന്നായിരുന്നു അവരുടെ ഭാഷ്യം. ഫലത്തിൽ ഒരു ചെറിയ കച്ചവടത്തിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടം 5,000 രൂപ. മാത്രമല്ല, ലക്ഷങ്ങൾ മുടക്കി ബില്ലില്ലാതെ വാങ്ങുന്ന സ്വർണത്തിന്റെ മാറ്റു കുറഞ്ഞാലോ മറ്റു തകരാറുകൾ സംഭവിച്ചാലോ കടക്കാർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക ഭോക്താവിനാകും എന്നതും ഉറപ്പ്. കേരളത്തിലെ സ്വർണ്ണക്കച്ചവടത്തിന്റെ നേർസാക്ഷ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വ്യാപകമായി GST വെട്ടിച്ചാണ് പല കടകളും സ്വർണം വിൽക്കുന്നത്. പ്രതിദിനം ഖജനാവിന് കോടികളുടെ നഷ്ടവും. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം KG ദിനകർ. മധ്യകേരളത്തിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത നികുതി വെട്ടിപ്പെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഭൂരിഭാഗം ജ്വല്ലറികളിലും ബില്ലോ GSTയോ യഥാർത്ഥ കണക്കോ ഇല്ല. പുതിയ ആഭരണങ്ങൾ വിൽക്കുമ്പോഴും പഴയ സ്വർണം വാങ്ങുമ്പോഴും കണക്കിൽ ഉൾപ്പെടുത്താതെ വൻ നികുതി വെട്ടിപ്പാണ് ചില ജ്വല്ലറി നടത്തുന്നത്. പെരുമ്പാവൂരിലെ നക്ഷത്ര ജ്വല്ലറിയിൽ കൈരളി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സാലി മുഹമ്മദ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. സ്വർണ്ണാഭരണ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്നറിഞ്ഞാണ് അന്വേഷണത്തിനായി ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നത്. തട്ടിപ്പിന്റെ വഴികൾ നേരിട്ടറിയുക തന്നെയാണ് ലക്ഷ്യം. വിശ്വാസ്യതയ്ക്കായി ഒരു കുടുംബത്തെയും ഒപ്പം കൂട്ടിയാണ് ഞങ്ങൾ കടയിലെത്തിയത്. ഒരു നെക്ലേസും ഒരു വളയും വാങ്ങി. രണ്ടും ചേർത്ത് 59.74 ഗ്രാം. ഗ്രാമിന് 3,080 രൂപ പ്രകാരം 1,83,399 രൂപയാണ് ആഭരണത്തിന്റെ ആകവില. 16% പണിക്കൂലിയും ചേർത്ത് 2,13,439 രൂപയാകും. കൈവശമുണ്ടായിരുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ കടക്കാരന് നൽകിയപ്പോൾ 49,280 രൂപ കുറച്ചു. വിലപേശലിനൊടുവിൽ പണിക്കൂലിയിലും ഡിസ്കൗണ്ട് ലഭിച്ചു. ബാക്കി 1,44,000 ക്യാഷ് കൗണ്ടറിലടച്ച് ഞങ്ങൾ ആഭരണങ്ങൾ കൈപ്പറ്റി. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്താത്ത ഒരു ബില്ലാണ് ലഭിച്ചത്. നിയമപ്രകാരം നൽകേണ്ട ബില്ല് നൽകുകയോ GST കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. വിലപേശലിനിടയിൽ ബില്ലില്ലാതെ GST ഒഴിവാക്കി തരാമെന്ന് ജീവനക്കാരൻ വാഗ്ദാനം ചെയ്തിരുന്നു. കടയുടെ മാനേജറുടെ സമീപം ചെന്നപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു. GST നൽകേണ്ട വിത്തൗട്ടായി സ്വർണം നൽകാം. 3% GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കടക്കാരും അത് എന്താ പറയുക സൈലന്റ് ആണ്. കാരണം നമ്മൾ വോട്ടർ ബാങ്ക് നമ്മൾ കൊടുക്കുന്ന കേസാണല്ലോ. എറണാകുളത്തുനിന്നല്ല, ആലുവയല്ല, അങ്കമാലി എവിടെയാണെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ വലിയ വിഷയമില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമില്ല, ഒരു ഏപ്രിൽ മുതൽ നമ്മളും മസ്റ്റ് GST ആവും. GST നിയമപ്രകാരം സ്വർണ്ണാഭരണത്തിന് നികുതി 3%. ഈ വിൽപ്പനയിൽ 2,13,439 രൂപയുടെ 3%, അതായത് 6,403 രൂപ GST സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ കണക്കുമില്ല, അതുകൊണ്ട് നികുതിയുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്.
1 പവൻ വീതമുള്ള 2 നാണയങ്ങൾ ഞങ്ങൾ കടക്കാരന് നൽകിയിരുന്നു. ഇതിന്റെ 3% വാങ്ങൽ നികുതിയും GST നിയമപ്രകാരം സർക്കാരിലേക്ക് കടയുടമ അടയ്ക്കേണ്ടതാണ്. ഈ ഒരൊറ്റ കച്ചവടത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനത്തിൽ ലഭിക്കേണ്ട 6000-ഓളം രൂപയാണ് നഷ്ടമായത്. ഇത്തരത്തിൽ കോടികളാണ് GSTയിൽ നിന്ന് ദിവസേന സംസ്ഥാനത്ത് ചോർന്നു പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നും സാലി മുഹമ്മദ്. മലബാറിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്നത് കോടികളുടെ വെട്ടിപ്പാണ്. പല ജ്വല്ലറികളും സ്വർണം നൽകുന്നത് GST ഇല്ലാതെ. കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡിൽ GST ഇല്ലാതെ സ്വർണം നൽകിയത് പീപ്പിൾ വാർത്താ സംഘം ഒളിക്യാമറയിൽ പകർത്തി. യഥാർത്ഥ ബില്ലിന് പകരം നൽകിയത് എസ്റ്റിമേറ്റ് ബിൽ. ജ്വല്ലറി ഉടമ നിയമം ലംഘിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിച്ചു. PV കുട്ടൻ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. പല ജ്വല്ലറി ഉടമകളും GST ഇനത്തിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തി സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇത് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ജ്വല്ലറിയായ മിനാർ ഗോൾഡ്. സഹോദരിയുടെ കല്യാണ നിശ്ചയത്തിന് സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ എന്ന പേരിലായിരുന്നു ഞങ്ങൾ ഈ ജ്വല്ലറിയിലേക്ക് എത്തിയത്. 1 നെക്ലസും 2 വളയും ഉൾപ്പെടെ 10 പവനിലധികം സ്വർണം ഞങ്ങൾ തിരഞ്ഞെടുത്തു. പിന്നീട് ഞങ്ങൾ GSTയെ പറ്റി സെയിൽസ്മാൻമാരോട് അന്വേഷിച്ചു. 3% GST, അത് കുറച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബില്ല് വേണ്ടെന്നും ജീവനക്കാർ ഉടൻ മുതലാളിയെ വിളിച്ചു വരുത്തി. GST നിർബന്ധമാണെന്നും ബില്ലില്ലാതെ സ്വർണം തരില്ല എന്നുമായിരുന്നു ആദ്യം മുതലാളിയുടെ നിലപാട്. എന്നാൽ ഏപ്രിലിൽ കല്യാണത്തിന് 50 പവൻ സ്വർണം കൂടി വാങ്ങും എന്ന് പറഞ്ഞതോടെ അയാൾ ഒരക്ഷരം മിണ്ടാതെ GST ഒഴിവാക്കി സ്വർണം തന്നു. വല്ലാതെ അങ്ങനെ തരാൻ പറ്റില്ല. കാരണം ബില്ല് ചെയ്യേണ്ട സാധനമല്ലേ, വിത്തൗട്ട് ചെയ്യുന്നല്ലോ. ഇതൊക്കെ മുകളിൽ നോക്കി കുറച്ചായിട്ട് ഞാൻ ഒഴിവാക്കി അതേ ചെയ്യും. സാധനം ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നില്ല. ബില്ല് വേണമെന്നില്ല. ഏപ്രിൽ കല്യാണം. GST ഉൾപ്പെടുത്താത്ത ഒരു എസ്റ്റിമേറ്റ് ബില്ലാണ് ജ്വല്ലറിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയത്. 2,81,100 രൂപയും ഞങ്ങൾ എണ്ണി നൽകി. 2 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് മിനാർ ജ്വല്ലറിക്കാർ ഞങ്ങളിൽ നിന്നും ഈ തുക ക്യാഷായി വാങ്ങിയത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറാമാൻമാരായ ഷൈജു പിലാത്രയ്ക്കും RK ഫിറോഷിനുമൊപ്പം PV കുട്ടൻ. സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് തുടരുന്നു. പവന് 1,4 ലക്ഷം രൂപ കടന്നു. 25,160 രൂപയാണ് ഇന്ന് 1 പവന്റെ വില. ആഗോള വിപണിയിൽ വില കൂടുന്നതാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. ട്രോയ് ഔൺസിന് $1,345 ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടിയത്. ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവും സ്വർണ്ണവില കൂടാൻ ഇടയാക്കി. അമേരിക്കയിലും ആഗോള സാമ്പത്തിക രംഗത്തും തകർച്ച ഉണ്ടാക്കുമെന്ന ആശങ്ക കാരണം നിക്ഷേപകർ ധാരാളമായി സ്വർണം വാങ്ങുകയും ചെയ്തു. ആഗോള വിപണിയിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് 1,400 രൂപ ഉയരുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഉത്സവ സീസണായത് കാരണം സ്വർണ്ണ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തു. ഉൽപാദന മേഖലയിലുള്ള സ്ഥാപനങ്ങളും ധാരാളമായി സ്വർണം ഇറക്കുമതി ചെയ്യുന്നു. രൂപയുടെ മൂല്യം ഉയരാതിരിക്കുകയും ആഗോള വിപണിയിൽ വില കൂടുകയും ചെയ്താൽ ആഭ്യന്തര വിപണിയിൽ ഇനിയും സ്വർണ്ണവില കൂടുമെന്നുമാണ് വിപണിയിലെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള 2ാം കിസാൻ ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. കഴിഞ്ഞ വർഷം നൽകിയ ഉറപ്പുകൾ നടപ്പാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാകാഞ്ഞതോടെയാണ് വീണ്ടും ലോങ് മാർച്ച്. നാസിക്കിൽ ആരംഭിച്ച് 27-ന് മുംബൈയിൽ മാർച്ച് അവസാനിക്കും. മാർച്ചിനായി കർഷകർ നാസിക്കിലേക്ക് എത്തിത്തുടങ്ങി. നാസിക്കിൽ തന്നെ കർഷകരെ തടയാനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ചേരുകയാണ്. ശരത്ത്, എപ്പോഴാണ് മാർച്ച് ആരംഭിക്കുക? കർഷകർ എത്തിത്തുടങ്ങിയോ? ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ജീന, അല്പസമയത്തിനകം കിസാൻ സഭയുടെ 2ാം ലോങ് മാർച്ച് ആരംഭിക്കും. ലോങ് മാർച്ചിനെ അട്ടിമറിക്കാനുള്ള പോലീസിന്റെ ശ്രമം ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ നാസിക്കിൽ മാർച്ചിനെത്തുന്ന കർഷകരെ പലയിടങ്ങളിലായി തടയുകയാണ്. ചിലയിടങ്ങളിൽ കർഷകരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. താനെ, പാൽഘർ ജില്ലകളിൽ നിന്ന് വാഹനത്തിൽ നാസിക്കിലേക്ക് എത്തുന്ന പ്രവർത്തകരെ നേരത്തെ തന്നെ പോലീസ് തടഞ്ഞിരുന്നു, ഉച്ചയോടുകൂടി തടഞ്ഞിരുന്നു. അതുപോലെ തന്നെ ധൂലെ പോലെയുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് ചെറു പ്രകടനങ്ങളായി പ്രവർത്തകർ നാസിക്കിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അത്തരം പ്രവർത്തകരെ റോഡിൽ വെച്ച് തന്നെ തടയുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത്. മാർച്ചിന് നാസിക് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ മാർച്ചിന് പോലീസ് അനുമതി ഇല്ല എന്നും അതുകൊണ്ട് തന്നെ മാർച്ച് തടയുമെന്നുമാണ് ഇപ്പോൾ നാസിക് സിറ്റി പോലീസ് കമ്മീഷണർ
വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നാസിക്കിൽ ധർണ നടത്താനും അതുപോലെ തന്നെ അവിടെ പ്രസംഗം നടത്താനും മാത്രമുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ മാർച്ചിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നേരത്തെ മഹാരാഷ്ട്ര കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായ അജിത് നവലയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിരുന്നു. മാർച്ചിന് ആഹ്വാനം നൽകിയതാണ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുമുള്ള നീക്കത്തിന് പിന്നിലെ കാരണം. ഏതായാലും ഇത്തരത്തിൽ വലിയ കർഷകർ ഇപ്പോൾ നാസിക്കിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. മാർച്ചിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നാസിക്കിൽ സംഘടിച്ചിരിക്കുന്ന കർഷകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് പോലീസിന്റെ ശ്രമം ഉണ്ടാവാൻ സാധ്യത. എന്നാൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് കിസാൻ സഭയുള്ളത്. കാർഷിക കടം എഴുതി തള്ളുക, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, വനാവകാശ നിയമം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം കഴിഞ്ഞ വർഷം മാർച്ചിൽ കിസാൻ ലോങ് മാർച്ച് നടത്തിയിരുന്നു. ഈ ആവശ്യങ്ങൾ നടപ്പാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാകാഞ്ഞതോടുകൂടിയാണ് വീണ്ടും കിസാൻ സഭ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി അഹമ്മദ് നഗറിൽ നടന്ന കർഷകരുടെ കൺവെൻഷനിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ലോങ് മാർച്ച് നടത്താനുള്ള തീരുമാനമുണ്ടായത്. അതിനുശേഷം ഞായറാഴ്ച സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് ലോങ് മാർച്ചും ഉണ്ടാകും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കിസാൻ സഭ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു വശത്ത് മാർച്ച് നടത്തിക്കൊണ്ട് മാത്രമേ ഇനി സർക്കാരുമായി ചർച്ചയ്ക്കുള്ളൂ എന്ന് അല്പസമയം മുൻപ് മഹാരാഷ്ട്ര കിസാൻ സഭ സെക്രട്ടറിയായ അജിത് നാവലെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് നാസിക്കിൽ ആരംഭിച്ച് 8 ദിവസം കൊണ്ട് 180 കിലോമീറ്ററോളം താണ്ടിക്കൊണ്ട് മുംബൈയിൽ 27-ാം തീയതി എത്തുന്ന നിലയിലാണ് കിസാൻ ലോങ് മാർച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ ബജറ്റ് സമ്മേളനം ഇപ്പോൾ ചേരുകയാണ്. ആ ദിവസം തന്നെ ആ ബജറ്റ് സമ്മേളനത്തിന്റെ സമയത്ത് ഫെബ്രുവരി 27-ന് നിയമസഭ വളയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ കർഷകർ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ കിസാൻ ലോങ് മാർച്ചിന് ഇപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് ദളിത് സംഘടനകൾ, ദളിത് ആദിവാസി സംഘടനകളും ഒക്കെ തന്നെ പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഏതായാലും ഏത് രീതിയിലായിരിക്കും മാർച്ച് അടിച്ചമർത്താൻ വേണ്ടി പോലീസ് ശ്രമിക്കുക, അതുപോലെ തന്നെ അതിനെ എങ്ങനെ കർഷകർ തരണം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ചിത്രം അല്പസമയത്തിനകം ലഭിക്കുമെന്ന് കരുതുന്നു. ശരി, 2-ാം കിസാൻ ലോങ് മാർച്ച് അല്പസമയത്തിനകം നടക്കും. കർഷകർക്ക് നൽകിയ ഉറപ്പ് മഹാരാഷ്ട്ര സർക്കാർ പാലിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ലോങ് മാർച്ച് നടത്താൻ ഇപ്പോൾ കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ശരത്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. അയോധ്യ തർക്ക ഭൂമി കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഫെബ്രുവരി 26-ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, SA ബോബ്ഡെ, അശോക് ഭൂഷൺ, AK നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജനുവരി 29-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ ജസ്റ്റിസ് SA ബോബ്ഡെ അവധിയായതിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കേസിൽ ദൈനംദിന വാദം കേൾക്കൽ വേണമോ, അന്തിമവാദം എപ്പോൾ കേൾക്കണം എന്നീ കാര്യങ്ങളാണ് ബെഞ്ച് തീരുമാനിക്കുക. കോടതി അലക്ഷ്യ കേസിൽ അനിൽ അംബാനി കുറ്റക്കാരനാണെന്ന സുപ്രീം കോടതി. എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള 453 കോടി രൂപ 4 ആഴ്ചയ്ക്കകം നൽകണം. തുക നൽകിയില്ലെങ്കിൽ 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. റിലയൻസിന്റെ 3 കമ്പനികൾക്കും 1 കോടി രൂപ വീതം പിഴയൊടുക്കാനും ഉത്തരവിട്ടു. വിധി അംഗീകരിക്കുന്നതായി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിട്ടും 550 കോടി രൂപ നൽകുന്നതിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് വീഴ്ച വരുത്തിയത് ചൂണ്ടിക്കാട്ടി സ്വിസ് കമ്പനിയായ എറിക്സൺ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് അനിൽ അംബാനിക്കെതിരായ സുപ്രീം കോടതി നടപടി. എറിക്സണ് നൽകാനുള്ള പണം നൽകുന്നതിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് താൽപര്യം കാണിച്ചില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 4 ആഴ്ചക്കകം എറിക്സണ് നൽകാനുള്ള 453 കോടി രൂപ നൽകണം. തുക നൽകിയില്ലെങ്കിൽ അനിൽ അംബാനിയും ഡയറക്ടർമാരും 3 മാസം തടവനുഭവിക്കേണ്ടി വരും. റിലയൻസ് ടെലികോം, ആർകോം, റിലയൻസ് ഇൻഫ്രാടെൽ എന്നിവർ 1 കോടി രൂപ വീതം സുപ്രീം കോടതി രജിസ്ട്രിക്ക് പിഴയൊടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. പണം നൽകാൻ സുപ്രീം കോടതി നൽകിയ 2 തീയതികളും ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. ജസ്റ്റിസുമാരായ RF നരിമാൻ, വിനീത് ശരൺ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 118 കോടി രൂപ നൽകി കേസൊതുക്കാനുള്ള നീക്കം നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നതായി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയെ വിളിച്ചു വരുത്തിയ സുപ്രീം കോടതി ഉത്തരവ് തിരുത്തിയ കോടതി ജീവനക്കാരെ ചീഫ് ജസ്റ്റിസ് പുറത്താക്കിയിരുന്നു. സംഭവത്തിൽ അഭിഭാഷകർക്കെതിരായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.